ശിരൂരിൽ കനത്ത മഴയെ തുടർന്ന് അർജുനായുള്ള തെരച്ചിൽ നിർത്തിവെച്ചു. പുഴയ്ക്കടിയിൽ 4 മീറ്ററോളം നീളമുള്ള വാഹനഭാഗം കണ്ടെത്തിയെന്ന് ഈശ്വർ മാൽപേ പ്രതികരിച്ചു. ക്രെയിൻ ഉപയോഗിച്ച് വലിച്ചുയർത്താനാണ് ഇനിയുള്ള ശ്രമം. സന്തോഷ് ചേരുകയാണ്. സന്തോഷ, വിവരങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ വീണ്ടും ഈ മാൽപേ ദൗത്യം പുനരാരംഭിച്ചിട്ടുണ്ട്. എന്നാൽ കനത്ത മഴയെ തുടർന്ന് നേവി സംഘം ഇപ്പോൾ ഇവിടെ നിന്നും മടങ്ങിയിരിക്കുകയാണ്. മഴ അല്പം മാറി നിൽക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഈശ്വർ മാൽപേയും സംഘവും ഇപ്പോൾ ശ്രമിക്കുന്നത് നദിക്ക് അടിയിൽ ഉള്ള മരങ്ങൾ ക്രെയിൻ ഉപയോഗിച്ച് അവിടെ നിന്ന് വലിച്ച് നീക്കുന്നതിനായാണ്. അത്തരത്തിൽ ഈ മരങ്ങൾക്ക് ഹുക്കുകൾ ഘടിപ്പിച്ച് അവിടെ നിന്നും കരയിൽ നിന്നും ക്രെയിൻ ഉപയോഗിച്ച് വലിച്ച് ഉയർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. നിരവധി മരങ്ങൾ ഈ മണ്ണിനൊപ്പം കടപുഴകി നദിയിലേക്ക്, ഗംഗാവാലി നദിയിലേക്ക് വീണിട്ടുണ്ട്. ആ മരങ്ങൾ ഈ തിരച്ചിലിനും മുങ്ങിയുള്ള പരിശോധനയ്ക്കും തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മരങ്ങൾ ഈ ക്രെയിൻ ഉപയോഗിച്ച് വലിയ ഇരുമ്പ് വടം കെട്ടി നദിയിൽ നിന്നും വലിച്ചുയർത്താനുള്ള ഒരു ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയൊരു ആൽമരം ഇവിടെ കടപുഴകി വീണിട്ടുണ്ട്. ആ ആൽമരം ഉയർത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള, ദുഷ്കരമായിട്ടുള്ള ഒരു ജോലിയാണെന്നാണ് മാൽപേ പറഞ്ഞത്. ഇന്ന് ആൽമരം ഉയർത്താൻ ശ്രമിക്കുന്നില്ല. മറ്റ് ചില ചെറിയ മരങ്ങളാണ് ഇപ്പോൾ, മരത്തിൻ്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ ഉയർത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ കനത്ത മഴയെ തുടർന്ന് നേവി സംഘവും NDRF സംഘവുമെല്ലാം തിരച്ചിൽ അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് മടങ്ങുകയായിരുന്നു. 1 മണിക്കൂർ നേരത്തോളം അതിശക്തമായ മഴയാണ് പെയ്തത്. ഇപ്പോൾ മഴ മാറിയിട്ടുണ്ട്. അല്പം തെളിഞ്ഞ കാലാവസ്ഥയാണ് ഉള്ളത്. മഴ പെയ്യുന്ന സമയത്ത് ഈ ദൗത്യം തടസ്സപ്പെടുന്നതാണ്, തുടർച്ചയായി തടസ്സപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇന്ന് തിരച്ചിലിലെ ഏറ്റവും വലിയ പുരോഗതി എന്ന് പറയുന്നത് ഈശ്വർ മാൽപേ സംഘം നടത്തിയിട്ടുള്ള പരിശോധനയിൽ ഒരു വാഹനത്തിൻ്റെ വലിയ ഒരു ഭാഗം ഈ പുഴയുടെ അടിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അത് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അത് ചെളിയിൽ പുതഞ്ഞു കിടക്കുകയാണെന്നാണ് ഈശ്വർ മാൽപേ വ്യക്തമാക്കിയത്. ഒരു 4 മീറ്ററോളം നീളമുള്ള ഒരു വാഹനത്തിൻ്റെ ഭാഗമാണത്. പക്ഷേ അത് അർജുൻ ഓടിച്ച ലോറിയുടെ വാഹനത്തിൻ്റെ ഭാഗമാണോ എന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിയില്ല. മറ്റൊരു ടാങ്കർ ലോറി കൂടി ഈ നദിയിലുണ്ട്. അതുകൊണ്ട് അത് കരക്കെത്തിച്ചാൽ മാത്രമേ ഏത് വാഹനത്തിൻ്റെതാണ് അത് എന്നുള്ള കാര്യം തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അത് ഉയർത്താൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. അത് ഒരുപക്ഷെ നാളെ വീണ്ടും ഈ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് മരങ്ങൾ മാറ്റിയതിന് ശേഷം ആ വാഹനത്തിൻ്റെ ഭാഗം ഉയർത്താനുള്ള ഒരു ശ്രമം നടത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു കൃത്യമായും വാഹനത്തിൻ്റെ ഭാഗം കണ്ടെത്തിയ സ്ഥലം അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ കൃത്യമായും ഇതിൻ്റെ സ്ഥാനം നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അത് ഉയർത്താനുള്ള ഒരു ശ്രമമാണ് നടക്കുക. ഇപ്പോൾ നടക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് ഈ മരത്തടികൾ, മരത്തിൻ്റെ ഭാഗങ്ങൾ, കടപുഴകി വീണ മരത്തിൻ്റെ ഭാഗങ്ങൾ, മണ്ണിനൊപ്പം വീണ ഭാഗങ്ങൾ നദിയിൽ നിന്നും ഉയർത്തുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഇനി ദൗത്യം എത്തേണ്ടത് ഡ്രഡ്ജർ കൊണ്ടുവന്ന് മണ്ണ് മാറ്റിയുള്ള പരിശോധനയാണ് നടത്തേണ്ടത്. മണ്ണും കല്ലും മാറ്റിയാൽ മാത്രമേ മുങ്ങൽ വിദഗ്ധർക്ക് താഴേക്ക് പരിശോധന നടത്താൻ കഴിയൂ. തിങ്കളാഴ്ച തന്നെ ഈ ഡ്രഡ്ജർ ഗോവയിൽ നിന്നും എത്തിക്കും എന്നാണ് കാർവാർ MLA അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. ഈ ഡ്രഡ്ജർ എത്തുന്നതിന് മുമ്പായി പരമാവധി മരങ്ങൾ മുകൾ ഭാഗത്ത് നിന്നും മാറ്റാനുള്ള ശ്രമമാണിപ്പോൾ ഈശ്വർ മാൽപേയും സംഘവും നടത്തുന്നത്. ശരി, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. കനത്ത മഴയെ തുടർന്ന് നേവി സംഘം തെരച്ചിൽ നിർത്തിയിട്ടുണ്ട്. ഈശ്വർ മാൽപേയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ തെരച്ചിൽ തുടരുകയാണ് ശിരൂരിൽ.